ടോർച്ചല്ലടി ടോർച്ച്. ഇതൊരു ഇല്ല. ഈ വണ്ടി കുന്നു കയറി അങ്ങ് എത്തുന്നുണ്ട്. അച്ഛനിവിടെ ഇല്ലേ? പേടിച്ചു പോയല്ല. പള്ളി അടക്കൂല, മേടയും പൂട്ടൂല. ഇങ്ങേരിത് എവിടെ പോയി കിടക്കണേ? അച്ചോ പറ്റണം. നമ്മുടെ അപ്പന്റെ അവസാനത്തെ ആഗ്രഹമല്ലടാ. നമുക്കിത് എങ്ങനെയെങ്കിലും നടത്താം. നീ പൊക്ക്. ഇവിടെ തുറന്നു നടക്കണല്ല. അച്ഛനെന്തൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ പോയത്? ഹലോ ജോണി ചേട്ടാ, അതെ ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഹലോ ഹലോ, സ്വിച്ച് ഓഫ് ആയി പോയി. ഫോൺ എടുത്തേ. എടാ, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. നീ ടെൻഷൻ അടിക്കില്ലേ? ജോണി ചേട്ടനുള്ള സ്ഥലം നമുക്ക് അറിയാലോ. എന്ത് ചെയ്യൂടാ? സമയത്തിനായില്ലേ? അവന്മാർ കുറെ നേരം നിങ്ങൾ പൊക്കോളും. നീ ഒരു കാര്യം ചെയ്യ്, പള്ളിയിൽ അങ്ങോട്ട് വിട്. അച്ഛനും ഇല്ല അവിടെ. അതാണ് സേഫ്. വളക്കി. വണ്ടിയിലേക്ക് പിള്ളേരുടെ വണ്ടിയാണ്. ഒരു പിടിച്ച് കഴിഞ്ഞാൽ പഠിത്തം പിടിച്ചു. ആ നിങ്ങളായിരുന്നു. എന്നാ പിന്നെ എന്നെ പള്ളിയിലോട്ട് കിട്ടേ. ഞാൻ പുറയിലോട്ടിരുന്നോ? അയ്യോ ഫ്രണ്ടിൽ കയറാ. ഞാൻ പുറകെ ഇരുന്നോളാം. സീറ്റ് ഇതാണ് നല്ലത്. ഇതാണ് സുഖം. ഓ എന്നാ പിന്നെ അങ്ങനെ. നിങ്ങൾ എവിടെ പോയിട്ട് വരാം? വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനമില്ല. പുറയിലെങ്ങാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അലോഷയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. അവന്റെ പെണ്ണുമ്പിള്ളയുടെ ദേഹത്ത് ബാധ കയറി. ഞങ്ങൾ ഈ വൈദികർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവനെന്തോ പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ട്. അച്ഛൻ കൈ നന്ദി. കൈതാ
ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി നന്നായിക്കോളാം. സാരമില്ല മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. സെബാനോസ് ഉണ്ടായിരുന്നപ്പോൾ എന്തിനും കൂടെ ഉണ്ടായിരുന്നു. അവിചാരിതമായിട്ടാണെങ്കിലും ഇപ്പൊ സഭാന്റെ മക്കളും കൂടെ ഉണ്ടല്ലോ. അവനിതെല്ലാം കാണുമല്ലേ. എടാ, നമ്മളെ വിട്ട് അവൻ എവിടെ പോവാനാ? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ആ, എടാ മക്കളെ, അപ്പൻ്റെ ചടങ്ങ് കഴിയുന്നവരെങ്കിലും ദിവസവും കുഴിമാടത്തിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. എടാ, നിങ്ങളുടെ അപ്പം സ്വർഗത്തിൽ പോകേണ്ടവനാ. ഈ പ്രാർത്ഥനയും വെഞ്ചരിപ്പും ഒക്കെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയാ. വല്ലോ മനസ്സിലായോ? ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. എന്താ ചെയ്യൂ? ആ, മക്കളെ, ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. വണ്ടി വല്ലതും ഉണ്ടോടാ? ആ, ആന്റണിയാണോ? ഓ, അച്ഛനും ഉണ്ടായിരുന്നു. ആ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുന്ന വഴിയോ. കുഴപ്പമില്ല അച്ഛാ, ഇവന്മാരൊന്നും അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓ, നമ്മുടെ പിള്ളേരില്ലേ. ശരി, എന്നാ പോട്ടെ. ആ, വണ്ടി ഇറ. എടാ മക്കളെ, എന്തോ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടുമെന്നാ കർത്താവ് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളപ്പം സ്വർഗത്തിൽ പോകേണ്ടവനാ. അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ കിടന്ന് അലയരുത്. ഇങ്ങനെന്താ കുത്തി പറഞ്ഞിട്ട് പോണ പോലെ തോന്നിയ? ഇപ്പോഴാണ് ആശ്വാസം ഇത്. എടാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? അച്ഛൻ പറയണ ചോക്കുമ്പോ നമ്മുടെ അപ്പന്റെ ആത്മാവിന് ശാന്തി കിട്ടൂലേ? എടാ, എഞ്ചിരിപ്പ് കഴിയണവരെ മെഴുതി എത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചാലേ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അയ്യോ, അപ്പൊ നമ്മുടെ അപ്പന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ലേ? ഇല്ല, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മുടെ അപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുള്ള അച്ഛൻ, നമുക്ക് അച്ഛനോട് പറഞ്ഞ് അപ്പനൊന്ന് വെഞ്ചിരിച്ചിട്ട് കൊണ്ടുപോയല്ല. അപ്പൊ അപ്പന്റെ ആത്മാവിന് ശാന്തിയും കിട്ടും, അപ്പന്റെ ആഗ്രഹവും നടക്കും. അതുള്ള നമുക്ക് സമാധാനം കിട്ടില്ലേ? അത് മതി. ആഹാ, നിങ്ങളായിരുന്നു? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കണ്ടേ? ആ, എന്താ അത്? നിങ്ങൾ വാ, കയറി വാ. ഇരിക്കും. ആ, എന്താ മക്കളെ? അച്ഛാ, ഞങ്ങളുടെ അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ബോഡി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നത്. സാരമില്ല, ഏതായാലും അപ്പം നമ്മളെ വിട്ടു പോയില്ലേ. ഇനിയിപ്പോൾ അപ്പൻ്റെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ അങ്ങ് ജീവിക്കും. പക്ഷെ പേടിക്കാനൊന്നുമില്ല അച്ഛോ, എല്ലാം ജോണി ചേട്ടൻ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ജോണി? എന്ത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു? മോർച്ചറി ജോണി. മോർച്ചറി ജോണിയോ? അച്ഛാ, തെറ്റായിട്ടൊന്നും അച്ഛൻ വിചാരിക്കരുത്. ഞങ്ങള് അപ്പന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കുഴി തോണ്ടി കല്ലറ തുറന്ന് അപ്പന്റെ ബോഡി പുറത്തെടുത്തു. നമ്മൾ വന്ന വണ്ടിയിൽ ബോഡി ഇരിപ്പുണ്ട്. അച്ഛനൊന്ന് വന്ന് വെഞ്ചിരിച്ചു തന്നു കഴിഞ്ഞാൽ അപ്പന്റെ ആഗ്രഹവും നടക്കും, ഏത് ആത്മാവിന് നിത്യശാന്തി കിട്ടും. നീയൊക്കെ എന്താണോ വിചാരിക്കുന്നത്? പാതിരാത്രി അപ്പന്റെ കുഴിമാന്തി പുറത്തെടുത്തിട്ട് വെഞ്ചരിക്കാൻ പറഞ്ഞോടാ? എടാ, നിന്റെയൊക്കെ തലേ കളിമണ്ണാണോ? എടാ, ഇതിന്റെയൊക്കെ വരും വരാഴെ കുറിച്ച് നീയൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്യുന്നത്?
മര്യാദക്ക് അത് എടുത്തെടുത്ത് തന്നെ കൊണ്ട് വെച്ചേക്കണം. ഓ, അപ്പൻ്റെ അന്ത്യാഭിലാഷം നടത്താൻ വന്നേക്കുന്ന 2 മക്കള്. ഈടാ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ അതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പോയി കാണിക്കണമായിരുന്നു. അല്ല അത് കുഴി വന്ന് എടുത്തിട്ടല്ലേ കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചോ ചത്തല്ല കൊടുക്കാൻ പറ്റുള്ളൂ. ആ അല്ല അച്ഛോ ഞാനേ ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ എടുത്തെടുത്ത് കൊണ്ട് വെച്ചേക്കണം. ഇല്ല ഞാൻ നാട്ടുകാരെ പിടിച്ചു കൂട്ടും. അച്ഛനെ ആരെയാന്ന് വെച്ച് വിളിച്ചോ, എന്താന്ന് വെച്ച് ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കേസിൽ ഞാനും ഇവനും പെട്ട അച്ഛനും പെടും. ഇല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തു. ആ പോലീസുകാരനെ നമ്മളെ 3 പേരും ഒരുമിച്ചാണ് കണ്ടത്, ഓർമ്മയുണ്ടാ? അച്ഛനപ്പം പറഞ്ഞെന്താണ്, ഒരു പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ 3 പേരും ഒരുമിച്ച് തന്നെയാണെന്നാണ്. ആ അച്ഛനെ ഞങ്ങൾ ഉറപ്പായിട്ടും പെടുത്തു. അച്ഛന്റെ ഐഡിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ ആഗ്രഹമാണ് വലുത്. പെടുത്തു. ആ പെടുത്തിയിരിക്കും. 3 പേരും കൂടി ക്രൈം ചെയ്തിട്ട് ഞങ്ങൾ ഒറ്റക്കാക്കണം. എടാ എന്തോ നടക്കണത് മൂങ്ങുന്നത്, ഇറങ്ങി പോടാ. അപ്പനെ കാണാനില്ല. ആ അപ്പനെ കാണാനില്ലെന്ന്. Lisa.